ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ 50 സ്ഥലങ്ങളിൽ 5-ാമത്തെ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ്. അപ്പോൾ ഇനി തഞ്ചാവൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് ട്രെയിൻ നമ്പർ 161-88 കാരൈക്കാൽ എക്സ്പ്രസ്സിനാണ്. എല്ലാ ദിവസവും രാത്രി 10:25 എറണാകുളം ജംഗ്ഷനിൽ നിന്നെടുത്ത് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തഞ്ചാവൂരിലെത്തുന്ന ഈ ട്രെയിനിന് 310 രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റിന് എനിക്ക് ചാർജ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ഒരു ട്രെയിൻ മാത്രമേ തഞ്ചാവൂരിലോട്ടൊക്കെ നേരിട്ടുള്ളൂ. അപ്പോൾ തഞ്ചാവൂരിലോട്ട് വരുന്നവർക്ക് ഈ ട്രെയിൻ ചൂസ് ചെയ്യാം. വരുന്ന വഴിയിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നെൽപ്പാടങ്ങളെല്ലാം കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. പിന്നെ കൂടെ ബാക്കിയുള്ള കൃഷികളെല്ലാം കാണാം. വാഴക്കൃഷിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഏകദേശം 9:30 തന്നെ ട്രെയിൻ ഇറങ്ങി. 4 പ്ലാറ്റ്ഫോമായിട്ട് അത്യാവശ്യം നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമെല്ലാം അവിടെ ഉണ്ട്. ഫ്രഷപ്പ് ആവുന്നതിന് 35 രൂപയാണ് ചാർജ്. ക്ലോക്ക് റൂമിൽ ബാഗെല്ലാം വെച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ക്ലോക്ക് റൂമിൽ ബാഗ് വെക്കുന്നതിനും 25 രൂപയാണ് ചാർജ്. ഇങ്ങനെ ബാഗെല്ലാം വെച്ച് പുറത്തോട്ട് ഇറങ്ങി ഇനി ഇപ്പോൾ നിൽക്കുന്നത് തഞ്ചാവൂർ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് 800 മീറ്ററാണ് ഉള്ളത്, ഇങ്ങോട്ട് നടന്നു വന്ന്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെ വരുന്നവർക്ക് റെൻ്റ് ബൈക്ക് എടുക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് റെൻ്റ് ബൈക്കിൻ്റെ ഷോപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തിനൊക്കെ വരുന്നവർക്ക് ഈ കാരൈക്കാൽ എക്സ്പ്രസ്സിന് രാവിലെ വന്നതിന് ശേഷം റെൻ്റ് ബൈക്ക് എടുത്ത് ഫുള്ള് കറങ്ങിയതിന് ശേഷം വൈകിട്ട് തന്നെ തിരിച്ചു പോകും. റെൻ്റ് ബൈക്കിന് 24 മണിക്കൂറിന് 500 രൂപയാണ് ഇവർ ചാർജ് ആക്കുന്നത്. ഇതേ നോക്കി, ഈ മനോഹരമായ കെട്ടിടം 1900-ൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് പണിയുന്നത്. പണ്ടത്തെ തഞ്ചാവൂരിൻ്റെ കളക്ട്രേറ്റ് ഓഫീസായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതിനെ ഓൾഡ് കളക്ട്രേറ്റ് മ്യൂസിയം എന്നും അറിയപ്പെടുന്നുണ്ട്. അകത്തേക്ക് എൻട്രി ഫീസ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇനി മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകളെല്ലാം കാണാം. രണ്ടായിരത്തി 2023-ലാണ് പൈതൃക മ്യൂസിയമാക്കി ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുന്നത്. തഞ്ചാവൂരിൻ്റെ ചരിത്രവും കലാ, സാംസ്കാരിക, കൃഷി, പൈതൃകം എന്നിവ വ്യക്തമായിട്ട് നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം. ഇത് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ആൾക്കാരുടെ പ്രതിമയാണ് കല്ലേ കൊത്തി വച്ചിരിക്കുന്നത്. അതിലൊന്നും തുടരുതെന്ന് എഴുതി വച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ ഇരിക്കുന്നു. സരസ്വതി മഹൽ ലൈബ്രറിയാണ് ഇത്. പ്രധാനമായും ഇതിനകത്ത് പഴയ പുസ്തകങ്ങളും അച്ചടിച്ച കൃതികളുമാണ് ഉള്ളത്. ഏതാണ്ട് 18-19 നൂറ്റാണ്ടുകളിലേതാണ് ഇതെല്ലാം. പിന്നെ രാജകീയ രേഖകൾ, പഴയ പെയിൻറ്റിങ്ങുകൾ, അതിൽ തന്നെ സ്വർണ്ണ ഫോയിൽ അലങ്കാരത്തോടു കൂടിയ പരമ്പരാഗത തഞ്ചാവൂർ ശൈലിയിലുള്ള ചിത്രങ്ങൾ, തഞ്ചാവൂരിലെ മറാത്ത രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ, പിന്നെ പുരാതന ഭൂപടങ്ങൾ. പിന്നെ ഉള്ളത് താളിയോല കഴിയെഴുത്തു പ്രതികളാണ്. അതിൽ മതവും തത്വചിന്തയും, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, സാഹിത്യവും കവിതയും, ഇങ്ങനെ നിരവധി താളിയോലകളാണ് ഇതിനകത്ത് ഉള്ളത്. സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്പ്ലേ ആണ് ഇത്. തഞ്ചാവൂർ ജില്ലയിലെ ഭൂമി, നദികൾ, പ്രദേശങ്ങൾ എന്നിവ സർക്കാർ എങ്ങനെ അളന്നു മാപ്പ് ചെയ്തു എന്ന് നമുക്ക് കാണാം. അതിന് പഴയ സർവേ ഉപകരണങ്ങൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന തിയോഡോലൈറ്റ്, ചെയിനുകളും ടാപ്പുകളും, കോമ്പസുകൾ, ട്രൈപോഡുകൾ, ലെവലിംഗ് ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടും. കൃഷിക്കും ഭരണത്തിനും അത്യാവശ്യമായിരുന്ന തഞ്ചാവൂരിലെ ഭൂമി അളക്കൽ മനസ്സിലാക്കാൻ സർവേ വകുപ്പ് ഗ്യാലറി നമ്മളെ സഹായിക്കുന്നു. പണ്ട് കാലങ്ങളിൽ വസ്തു അളന്നിരുന്നത് 12 അടി പോൾ സർവേ രീതിയായിരുന്നു കേട്ടോ. ഇത് അതിന് ഉപയോഗിച്ചിരുന്ന 12 അടിയുള്ള വടിയാണ് ഈ ഇരിക്കുന്നത്. ബ്രിട്ടീഷ് വാസ്തുശില്പിയായ റോബർട്ട് ഫെലോസ് ചിഷോം ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇന്തോ സാർസനിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വലിയ കമാനങ്ങൾ, ഉയർന്ന മേൽത്തട്ട്, വിശാലമായ ഇടനാഴികകൾ, ചുവന്ന ഇഷ്ടിക ഘടന എല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഡിസ്ട്രിക്ട് കളക്ടർ ചേംബറാണ് ഇത്.
ഇത് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു ആനപ്പുറത്തൊരു രാജാവെല്ലാം ഇരിക്കുന്നത്. ഈ ചുമരിൻ്റെ സൈഡിലായിട്ട് ഇതുവരെ ഈ ഓഫീസ് പ്രവർത്തിച്ചതുവരെ ഉള്ള ആൾക്കാരുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് 2021 ഒരു കളക്ടർ ഇരുന്നതായിട്ടുള്ള ഫോട്ടോയും നമുക്കിവിടെ കാണാം. ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. മ്യൂസിയത്തിലെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ആണ് ഇത്. ഇതിനകത്ത് വിവിധ ഇനം തഞ്ചാവൂർ കലാരൂപങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, നൃത്തപ്പാവകൾ, വീണ കൂടാതെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ, പലതരം സാരികൾ തുടങ്ങിയ പ്രശസ്തമായ പ്രാദേശിക ഇനങ്ങളെ എടുത്തു കാണിക്കുന്ന ഇത് തഞ്ചാവൂരിൻ്റെ തനതായ സാംസ്കാരിക ഐഡൻറ്റിറ്റിയെ ഉയർത്തി കാണിക്കുന്നു. പണ്ട് കാലങ്ങളിൽ ഇവർ ഉപയോഗിച്ചിരുന്ന സാരികളാണ് ഈ ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പല പേരിലായിട്ട് നല്ല വെറൈറ്റി സാരികളാണ് എല്ലാം. ഇത് ഇവിടെയായിട്ട് നെയ്ത്തുകാർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പരമ്പരാഗത തടിയുടെ കൈത്തറിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, പൂർണ്ണമായിട്ടും തടിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും അതിൽ നെയ്തെടുത്ത തുണികൾ കാണാം നമുക്ക്. പരമ്പരാഗത തുണി വ്യവസായത്തെയും നെയ്ത്ത് സാങ്കേതിക വിദ്യകളെയും കുറിച്ച് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാവേരി നദിയുടെ ഒരു രൂപരേഖയാണ് ഇവിടെ വച്ചേക്കുന്നത്. അങ്ങനെ തഞ്ചാവൂരിൻ്റെ സാംസ്കാരിക ജീവിതവും ചരിത്രവും നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ മ്യൂസിയത്തിൻ്റെ ബാക്കിലായിട്ട് തന്നെ 70 തിയേറ്റർ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 60 രൂപ ടിക്കറ്റ്. 12 മിനിറ്റാണ് ഇതിൻ്റെ ഷോ ഉള്ളത്. എന്തായാലും കയറി നോക്കാം. അപ്പോൾ 70 തിയേറ്ററിൽ നിന്ന് ഷോ എല്ലാം കഴിഞ്ഞിറങ്ങി. അപ്പോൾ നിങ്ങൾ ഈ തഞ്ചാവൂരൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, മ്യൂസിയത്തിലൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ 70 തിയേറ്ററും കൂടെ ഒന്ന് കാണണം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. 60 രൂപയ്ക്ക് നമുക്ക് വർത്താണ്. നല്ലൊരു ഷോ ആയി. ഈ 70 തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ രാജാലി ബേർഡ്സ് പാർക്കുണ്ട്. ഇവിടെ 1000+ പക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. ഫോറിൻ ബേർഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 8:30 തൊട്ട് 6:30 വരെ. ഒരാൾക്ക് 150 രൂപയാണ് ചാർജ്. ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം നമുക്ക്. ടിക്കറ്റ് എടുത്ത് 150 രൂപ. ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇല തരും അവർ. ഇവിടെ ഒരാൾ ഒരു ഒട്ടകപ്പക്ഷിക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇതുപോലെ കൊടുക്കാം. വാ മോനെ വാ. ഈ ഭാഗത്തെല്ലാം ഒരുപാട് വെറൈറ്റി പ്രാവുകളാണ്. ലവ് ബേർഡ്സിൻ്റെ വലിയൊരു കൂടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കയറാൻ നേരത്ത് നമുക്ക് അവർ കയ്യിലൊരു തീറ്റ തരും. അത് കൈ ഇങ്ങനെ തുറന്ന് കൊടുത്താൽ മതി, അവർ വന്നിട്ട് കൊത്തിയെടുത്തോളൂ എന്ന് പറഞ്ഞു. ഒത്തിരി ലവ് ബേർഡ്സ് ഉള്ളതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് വരുത്. എന്തായാലും കൊടുത്തു നോക്കാം. ഇതെവിടെ നോക്കി, ഈ കോഴിയുടെ തല കണ്ടോ? സ്ട്രെയിറ്റ് ചെയ്ത മുടിയിട്ടേക്കുന്ന പോലെ ഇരിക്കുന്നു. അതിലെന്നിട്ട് ഗോൾഡൻ കളറൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനകത്തൊരു കഫേ ഉണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഒരു
ഫിഷ് സ്പാ എല്ലാം ഉണ്ട്. അങ്ങനെ രാജാലി ബേർഡ്സ് പാർക്ക് നിന്ന് ഇറങ്ങി കേട്ടോ. ശരിക്കും ഇതാണ് എൻട്രൻസ്. ഇവിടെയാണ് ടിക്കറ്റ് എല്ലാം കിട്ടുന്നത്. മ്യൂസിയത്തിന് അതുവഴിയും കയറാം. ഇവിടെ കുറേ കടകളെല്ലാം ഉണ്ട്. തഞ്ചാവൂരിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തലയാട്ടി ബൊമ്മകൾ. അതിൻ്റെ ഒരുപാട് കടയെല്ലാം ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് കയറി നോക്കാം ഇതിലൊക്കെ. ഇത് കളിമണ്ണിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിനെല്ലാം 200 രൂപയാണ് റേറ്റ്. ഇതെവിടെ മരത്തിലുണ്ടാക്കിയതുണ്ട്. ഇതെല്ലാം മരത്തിലുണ്ടാക്കിയതാണ്. ഇതിന് 400 റേറ്റ്. ഇത് ഫൈബറിൽ ഉണ്ടാക്കിയതും ഇതിന് 500 രൂപയാണ് റേറ്റ്. അത് 2000 രൂപ അല്ലേ? ഫൈബറിലുണ്ടാക്കിയ 2000 രൂപ. ഇതെല്ലാം മെഷീൻ വർക്കാണ്. മറ്റതെല്ലാം ഹാൻഡ് മെയ്ഡും ഫൈബർ മെറ്റീരിയൽ. 3000 സിംഗിൾ പീസ് 1000 റുപ്പീസ്. 1300. ഇത് താത്ത പാട്ടി 1000 സെറ്റ്. ഓക്കെ. ഇതെല്ലാം പെയറാണ് കേട്ടോ. രാജാറാണി പെയറാണ്. ഇതിന് 800 രൂപയാണ് റേറ്റ് പറയുന്നത് ഒരു സെറ്റിന്. അത് 400. ഇതേവിടെ കഥകളിയുടെ തലയാട്ടി ബൊമ്മയെല്ലാം ഉണ്ട് കേട്ടോ. ഇതിന് സിംഗിൾ പീസിന് 800 രൂപയാണ് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെല്ലാം ഫൈബറിൽ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം മെഷീൻ വർക്കാണ്. சிங்கிள் பீஸு 3500. இந்த அரக்கு இந்த ஃபைபர் எல்லாம் மிக்ஸ் பண்ணி கலந்துருக்கோம். கீழே போட்டாலும் உடையாது. லைஃப் லாங் வச்சுக்கலாம். പലതരം തഞ്ചാവൂർ ഡോൾസ് ഉണ്ട് ഇവിടെ. തലയാട്ടി ബൊമ്മകൾ പല ഐറ്റംസിലായിട്ടുണ്ട്. പല രൂപത്തിലും പല ഡിസൈനിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ രാജാലി ബേർഡ്സ് പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വന്നാൽ മതി. അവിടെ ഒരുപാട് കടകളുണ്ട്. ഒരുപാട് കടകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിലയൊക്കെ പേശി മേടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും മാന്യമായിട്ടുള്ള റേറ്റ് തന്നെയാണ്. നമുക്ക് നോക്കിയെടുക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് കല്ലണൈ കനാൽ. ഇത് കാവേരി നദിയുടെ കൈവരിയായിട്ടാണ് ഒഴുകുന്നത് കേട്ടോ. തഞ്ചാവൂരിലോട്ടും ഇതിനടുത്ത പ്രദേശങ്ങളിലോട്ടൊക്കെ നെൽകൃഷിക്കും മറ്റ് കൃഷികൾക്കെല്ലാം ആവശ്യമായ വെള്ളം ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ചെറിയ ചെറിയ ഡാമുകളെല്ലാം അങ്ങനെ കെട്ടിവെച്ചിട്ട് അതിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളം. ഇത് ബൃഹദേശ്വർ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലാണ് ഈ കാണുന്നത്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് മൊത്തം വേസ്റ്റ് ഇട്ടേക്കുമാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം കുറവാണ്, വേനലായതുകൊണ്ടായിരിക്കാം. ഇത് മൊത്തം പ്ലാസ്റ്റിക്കും മറ്റ് തുണിയായി എല്ലാം കൂടെ ഇട്ടേക്കുവാണ്. ഇത് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഫില്ലറയിൽ. എനിക്ക് തോന്നുന്നു അത്രയൊക്കെ വെള്ളം വരുമായിരിക്കും മഴക്കാലത്ത്. ഇങ്ങനെ നടന്ന് നമ്മൾ ബൃഹദേശ്വർ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേ കാണുന്നതാണ് ബൃഹദേശ്വർ ക്ഷേത്രം. ഇത് പെരിയ കോവിൽ റോഡെന്ന് പറഞ്ഞ റോഡാണ് ഈ കാണുന്നത്. ഇതിനടുത്താണ് ക്ഷേത്രമുള്ളത്. ബൃഹദേശ്വർ ക്ഷേത്ര പരിസരത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് തട്ടുകടകളെല്ലാം ഉണ്ട്. അതിനകത്തുമുണ്ട് ഒരുപാട് തലയാട്ടി ബൊമ്മകൾ, പല വെറൈറ്റി ഐറ്റംസുകളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കരിക്കിൻ്റെ കടകളും ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം വെട്ടിക്കൊടുക്കുന്ന കടകളെല്ലാം ഉണ്ട്. പൈനാപ്പിൾ, തണ്ണിമത്തൻ, അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വെട്ടിക്കൊടുക്കുന്ന കടകളെല്ലാം ഉണ്ട്. പിന്നെ പനന്തൊങ്കെല്ലാം സൈക്കിളിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം വിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളം 1/2 ലിറ്റർ 1 ലിറ്ററൊക്കെ ആയിട്ടെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ കൈനോട്ടക്കാരും ഉണ്ട്, ഒരുപാട് കൈനോട്ടക്കാരുണ്ട്. ഈ പക്ഷികളെ വെച്ചിട്ട് കാർഡ് എടുക്കുന്നതും അല്ലാണ്ട് കൈ നോക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ട്. ബൃഹദേശ്വർ ക്ഷേത്രത്തിന് 3 കവാട മതിലുകളാണുള്ളത്. ഇത് ഈ റോഡ് സൈഡിൽ നിന്ന് കയറുന്നിടത്ത് തന്നെ വലിയൊരു കിടങ്ങുണ്ട് കേട്ടോ. ഇത് ചുറ്റുമുണ്ട് ഇതിന്. അതിനുശേഷമാണ് ഫസ്റ്റ് മതിൽ വരുന്നത്. ഈ ഫസ്റ്റ് ഗോപുരത്തിനകത്തൂടെ കയറി നോക്കാം നമുക്ക്. ഇതാണ് ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാണ്ട് രണ്ടാമത്തെ ഗേറ്റ് അതിനടുത്ത് തന്നെയാണ്. രണ്ടാമത്തെ ഗേറ്റിനകത്ത് നല്ലൊരു ഗോപുരമുണ്ട്, നല്ലൊരു വർക്കെല്ലാം ചെയ്തിട്ടുള്ള.
അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടൊന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ചെരുപ്പ് വെക്കുന്നതിന് 1 രൂപയാണ് ചാർജ്, ബാഗിന് 20 രൂപയും. ചെരുപ്പെല്ലാം വെച്ച് ചെരുപ്പ് ഒരു സഞ്ചിയിലാക്കിയിട്ട് അവിടെ തൂക്കിയിടണം. എന്നിട്ട് അതിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. നേരം 1 രൂപയാണ് ചാർജ് ചെരുപ്പ് വെക്കുന്നതിന്. ഇപ്പോൾ സമയം 3 മണിയായേ, നല്ല വെയിലുണ്ട്, 34 ഡിഗ്രിയാണ് ചൂട്. വേണ്ടോ, ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കയറിൻ്റെ മാറ്റെല്ലാം വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല നടക്കാനും. പക്ഷേ ഈ കല്ലിലൂടെ നടക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇത് 3ാമത്തെ ആർച്ചും കടന്നിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. കയറുന്നതിൻ്റെ 2 സൈഡിലും നല്ല പുല്ലെല്ലാം പതിപ്പിച്ച് നല്ല ഭംഗിയാക്കി വെച്ചേക്കുന്നതാണ്. 3 കവാട ഗോപുരവും കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു നന്ദിയുടെ രൂപമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദി പ്രതിമകളിൽ ഒന്നായ ഇതിന് ഏകദേശം 20 അടി നീളവും 12 അടി ഉയരവുമാണ് ഉള്ളത്. കല്ലുകൊണ്ട് വലിയൊരു മണ്ഡപം എല്ലാം പണിത് മനോഹരമായ കൊത്തുപണികളും പെയിൻറ്റിംഗ് എല്ലാം ചെയ്തു വച്ച ഈ മണ്ഡപത്തിലാണ് നന്ദി ഇരിക്കുന്നത്. ഇത് നോക്കി എന്ത് മനോഹരമായിട്ടാണല്ലേ ഡിസൈൻ എല്ലാം ചെയ്തു വച്ചേക്കുന്നത്. ഈ മണ്ഡപത്തിൻ്റെ മുന്നിലായിട്ട് ഒരു കൊടിമരവും നമുക്ക് കാണാൻ സാധിക്കും. ഇത് നോക്കി ഈ മതിലിൻ്റെ പുറത്ത് ചെറിയ ചെറിയ നന്ദികളുടെ രൂപമെല്ലാം വെച്ചേക്കുന്നുണ്ട്. ഒരു നിശ്ചിത അളവിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. എല്ലാം ഒരേ അളവിലുള്ള നന്ദികളാണ് വെച്ചേക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ബൃഹദേശ്വര ക്ഷേത്രം. വലിയ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം ചോള രാജാവായ രാജരാജ ചോളൻ 1-മൻ 1010 CE നിർമ്മിച്ചതാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉള്ള സ്ഥലമാണ് ഇത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നാണ് ഇതിനുള്ളത്. ഏകദേശം 216 അടിയാണ് ഉയരം. ഗോപുരത്തിൻ്റെ മുകളിലെ കല്ലിന് ഏകദേശം 80 ടൺ ഭാരമുണ്ട്. അത് ഒറ്റക്കല്ലിലാണ് വച്ചേക്കുന്നത്. മാത്രമല്ല അതിൽ ഒരുപാട് മനോഹരമായ കൊത്തുപണികളും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ മെഷീൻസറി ഒന്നും ഇല്ലാതെ തന്നെ ഇത് എന്തു മനോഹരമായിട്ടാണെന്നറിയാം ഇവർ ചെയ്തു വച്ചേക്കുന്നത്. ഇത് നേരിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം ഇരിക്കുന്നതും ഇവിടെയാണ്. ഏകദേശം അതിന് 4 മീറ്റർ ഉയരവും 7.5 മീറ്റർ ചുറ്റളവുമാണ് ഉള്ളത്. കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ശിവലിംഗം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ചുറ്റും 100-ൽ പരം ശിവലിംഗങ്ങളും വേറെ ഉണ്ട്. ഇതിന് ചുറ്റും മനോഹരമായ കൊത്തുപണികളും കല്ലിൽ കൊത്തിയ എഴുത്തുകളും നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ചുമർ ചിത്രങ്ങളെല്ലാം കാണാം. പക്ഷേ ഇപ്പോൾ അതെല്ലാം പകുതിയോളം മാഞ്ഞ നിലയിലാണ് ഉള്ളത്. ഈ മനോഹരമായ നിർമ്മിതിയെല്ലാം നമുക്ക് നേരിട്ട് പോയി കണ്ടാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു ഭംഗിയെല്ലാം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം 5 മണി ആയതുള്ളൂ, ഒരുപാട് സമയം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്, സരബോജി മാർക്കറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതിവിടെ രാജരാജ ചോളൻ സ്റ്റാച്ചു പാർക്കെല്ലാം ഉണ്ട് കേട്ടോ. പാർക്ക് ലോക്ക്ഡാണ്. ഇത് ചോള മഹാരാജൻ്റെ ഒരു സ്റ്റാച്ചു എല്ലാം വെച്ചേക്കുന്നത്. ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല, ലോക്ക് ചെയ്തിട്ടേക്കുക. പാർക്കെന്ന് പറയാനില്ല, മൊത്തം വൃത്തികേടായി കിടക്കുവാണ്. അങ്ങനെ നടന്ന് സരബോജി മാർക്കറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇതാണ് സരബോജി മാർക്കറ്റിൻ്റെ ആർച്ച്. അതിനകത്തോട്ട് കയറി നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇതാണ്ട് ഉന്തുവണ്ടിയിലെ കച്ചവടങ്ങളെല്ലാം വെയിൽ താന്നപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാം കച്ചവടങ്ങളാണ്, എല്ലാം നമുക്ക് കാണാം. സരബോജി മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചയാണ് ഇത്. ഇതുപോലൊരു 6 ലൈനുണ്ട് ഇതിനപ്പുറത്തൊക്കെ ആയിട്ട്. എല്ലാം പലചരക്ക് കടകളും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാ കടകളും ഒരു കുടക്കീഴിലാക്കി കൊണ്ടുവന്നേക്കാണ്. ഇതാണ് സരബോജി മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ്. അകത്ത് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അകത്ത് മൊത്തം പലചരക്ക് കടകളും കാര്യങ്ങളും. ഇത് കണ്ടില്ല, പല കടകളും അടച്ചിട്ടേക്കുവാണ്. എന്തായാലും ഇനി റോട്ടിൽ ഒരുപാട് ഉന്തുവണ്ടി കച്ചവടങ്ങളുണ്ട്, അതൊക്കെ പോയി നോക്കാം നമുക്ക്. ഇതിവിടെ ഒരുപാട് മൺപാത്രങ്ങളുടെ കച്ചവടമാണ് ഇവിടെ.
ഇതിരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഓരോ ഫംഗ്ഷന് വെക്കുന്ന ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മൺപാത്രത്തിൻ്റെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇത് മണ്ണടുപ്പുണ്ട്, അങ്ങനെ പല കലങ്ങൾ കുറേ ഉണ്ട്. ഇവിടെ തണ്ണിമത്തനെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനപ്പുറത്തായിട്ടാണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കച്ചവടം, വെളുത്തുള്ളി, മല്ലിയില, അങ്ങനെ എല്ലാ കച്ചവടങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇത് അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഒരുപാട് വെജിറ്റബിൾ എല്ലാം വെച്ചിരിക്കുന്നത്. പൂ കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് വെജിറ്റബിൾസിൻ്റെ കച്ചവടമാണ് കേട്ടോ. എല്ലാം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാ കടകളും എല്ലാ ആൾക്കാരും തുറന്നിട്ടുണ്ട്. ഉച്ചക്കൊക്കെ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് പലതരം പഴങ്ങളുടെ കച്ചവടമാണ് കേട്ടോ. ഇവിടെ വെളുത്തുള്ളി എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. പല എല്ലാ ഐറ്റംസും ഉണ്ട് പഴത്തിൻ്റെ. അപ്പുറത്തായിട്ട് ഒരു പാത്രക്കടയെല്ലാം ഉണ്ട്. ഇവിടെ കണ്ണാടി, പൊട്ട്, അങ്ങനത്തെ ഐറ്റംസിൻ്റെ കച്ചവടമാണില്ല. വളയും മാലയും എല്ലാം ഉണ്ട്. ഇവിടെ വീണ്ടും ഒരു പഴങ്ങളുടെ ഒരു കച്ചവടമാണ്. അതുകൊണ്ട് ഇപ്പുറത്തെ ചെരുപ്പ് കാര്യങ്ങളെല്ലാം 50, 100, 150 എന്നൊക്കെ പറയുന്ന റേറ്റ്. അതെ, വള, മാല, കണ്ണാടി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. കരിമ്പ് ജ്യൂസ് എല്ലാം ഉണ്ട്. 10 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. ഏകദേശം 500 മീറ്ററോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഇതുപോലെ ഉന്തുവണ്ടിയിലെ കച്ചവടമെല്ലാം, ചെരുപ്പെല്ലാം ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട് കച്ചവടങ്ങളെല്ലാം. അതേ പൂക്കള കച്ചവടമെല്ലാം ഉണ്ട്. റോസാപ്പൂ ഇരിക്കുന്നു, മല്ലിപ്പൂ, കൊള്ളാം എന്തായാലും. അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇതാണ് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് ബസ് കയറിയിട്ട് പോവാം. ഇതാണ് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശം. അത്യാവശ്യം നല്ലൊരു ബസ് സ്റ്റാൻഡാണ്. ഒരുപാട് ബസ്സുകളെല്ലാം വരുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ബസ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം ഏകദേശം ഒതുക്കി. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ബാഗെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ തന്നെ വന്നു കേട്ടോ. അവിടെ ഗണേഷ് ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജ് ഉണ്ട്. അതിനകത്ത് റൂം എടുത്ത്, അത്യാവശ്യം നല്ല റൂമാണ്. ഒരു ദിവസത്തിന് 550 രൂപയാണ് ചാർജ് ആയത്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തഞ്ചാവൂർ ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ ചെയ്യാം. നാളെ പകൽ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബായ്. Thank you.